ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 300. നമ്മൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശ്വതര ഉപനിഷത്താണ് എടുക്കുന്നത്. അതിൽ അധ്യായം 3 ഇന്ന് നമ്മൾ 16 മുതൽ 21 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇതും പരമേശ്വരനെ പറ്റി തന്നെയാണ്. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. വേദം പറയുന്നത് ബ്രഹ്മം, പരബ്രഹ്മ പുരുഷോത്തമൻ അല്ലെ പരബ്രഹ്മ പരമേശ്വരൻ അല്ലെ ബ്രഹ്മം. പക്ഷെ ബ്രഹ്മം നിർഗുണമാണ്. ആ നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറുമ്പോഴുള്ള അതിൻ്റെ ഒരു പേരിനെ വേണമെങ്കിൽ പരബ്രഹ്മ പരമേശ്വരൻ എന്ന് പറയാം. അത് ദൃശ്യമായ പ്രപഞ്ചമാണ്. അതിനാണ് വിരാട് രൂപം എന്നെല്ലാം പറയുന്നത്. അപ്പം ബ്രഹ്മം അതിന് അറ്റമില്ല, ഒരു ഗുണവുമില്ല. അത് പക്ഷേ ദൃശ്യരൂപത്തിൽ വരുമ്പോഴാണ് അതിനെ പരബ്രഹ്മ പരമേശ്വരൻ എന്ന് പറയുന്നത്. അപ്പം അത് ദൃശ്യബ്രഹ്മമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിന് കണ്ണും കാലും എല്ലാം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പ്രപഞ്ചത്തിൻ്റെ അവയവങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. 16 ഈ പരമേശ്വരൻ്റെ കാല്, കൈ, ശിരസ്, മുഖം, ചെവി എന്നിവയെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങൾ തന്നെ. അപ്പം പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങളാണ് അതിൻ്റെ കണ്ണ്, മൂക്ക്. അപ്പം ആ ഒരു പരബ്രഹ്മ പുരുഷോത്തമനെ ഒരു മനുഷ്യരൂപത്തിൽ അവതരിപ്പിച്ച് ചിന്തിച്ചാൽ ചിന്തിക്കൽ മാത്രമാണ്. ഈ പ്രപഞ്ചത്തെ ഒരു പുരുഷരൂപത്തിൽ ചിന്തിച്ചാൽ ആ പുരുഷൻ്റെ അവയവങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഗതികളും. അതിൽ തലയുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, കാണാനുള്ള ഭാഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഈ രൂപത്തിൻ്റെ ഭാഗങ്ങൾ, ആ എല്ലാ സ്ഥാനങ്ങളും ഭാഗങ്ങളും ആ സ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നതിന് സമർത്ഥങ്ങൾ ആണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സ്ഥാനങ്ങളും, പ്രപഞ്ചം എന്ന് പറയുന്നതിനെ ആ ബ്രഹ്മത്തിൻ്റെ ഒരു ദൃശ്യരൂപമായി എടുത്തു കഴിഞ്ഞാൽ, അതിനൊരു വിരാട രൂപമായി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അവയവങ്ങളാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാം. കല്ലും മണ്ണും എല്ലാം അതിൻ്റെ അവയവങ്ങളാണ്. കാരണം മനുഷ്യൻ്റെ ശരീരത്തിലും കല്ല് മണ്ണുമാരിയുള്ള സാധനമുണ്ട്. ഏത്? നഖം. നഖത്തിന് ജീവനില്ല, മുടി. അതുപോലെ ഉള്ളതാണ് കല്ലും മണ്ണും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭാഗങ്ങളും അതിൻ്റെ അവയവങ്ങളാണ്. ആ ഭാഗങ്ങളെല്ലാം അവയുടെ കർമ്മങ്ങളിൽ നിന്ന് പ്രവർത്തികൾ നിർവഹിക്കുന്നതിന് സമർത്ഥമാണ്. അതായത് ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നിലൂടെ കുറേ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. എൻ്റെ നഖം ഒരു ഭാഗമാണ് ആ ബ്രഹ്മത്തിൻ്റെ, ആ വിശ്വരൂപത്തിൻ്റെ. നഖത്തിന് ചില ധർമ്മങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ നഖം കൊണ്ട് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഓരോ അവയവങ്ങളും അതിൻ്റെ സ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതിൽ സമർത്ഥങ്ങളാണ്. ആര്? ബ്രഹ്മമാണ് അതിലൂടെ പ്രവർത്തിക്കുന്നത്. ആ എല്ലാ സ്ഥാനങ്ങളും തൻ്റെ ഭക്തരെ രക്ഷിക്കുന്നതിലും തന്നിലേക്ക് അടുപ്പിക്കുന്നതിലും കരങ്ങൾ നീട്ടുന്നു. ആ ഭാഗങ്ങളെല്ലാം മനുഷ്യരെ, എല്ലാ ഭക്തരെയും രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മളെ രക്ഷിക്കുന്നുണ്ട്. മഴയുള്ളത് കൊണ്ടാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. വെയിൽ ആവശ്യമുണ്ട്, വെളിച്ചം ആവശ്യമുണ്ട്, എല്ലാം നമ്മളെ രക്ഷിക്കുന്നുണ്ട്. അതതിൻ്റെ കരങ്ങളിലൂടെ തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അതെപ്പോഴും നമ്മളെ അതിലുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളതിൽ നിന്ന് വിട്ടുപോകുന്നില്ല. നമ്മളതറിയുന്നില്ല. നമ്മൾ അതിൻ്റെ ഭാഗം തന്നെയാകുമ്പം നമ്മളുമായിട്ട് അത് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ബ്രഹ്മത്തിൽ നിന്നും വേർപെട്ടിട്ടല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ബ്രഹ്മമാണ്. ആ പ്രപഞ്ചത്തിൽ നിന്ന് വേർപെട്ടതല്ല നമ്മൾ. പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അതുമായിട്ട് ചേർത്ത് കൊണ്ടിരിക്കുവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നമ്മളതറിയാതെ നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ഒന്ന്, മറ്റവർ വേറൊന്ന്, അങ്ങനെയെല്ലാം ചിന്തിച്ചിട്ട് വിഭാഗീയ ചിന്തകൾ കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. എങ്കിലും നമ്മളെ അത് ചേർത്ത് പിടിച്ചിട്ടുണ്ട് നമ്മൾ അറിയാതെ.
എപ്പോഴും അതിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്കെപ്പോഴേ അതിലേക്ക് ചേരാൻ സാധിക്കുകയുള്ളൂ? നമ്മളും ആ സത്യം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ചേരാൻ ആഗ്രഹിച്ചാലേ നമുക്ക് മാനസികപരമായിട്ട് അതുമായിട്ട് ചേരാൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ഭക്തർ എവിടെ അദ്ദേഹത്തെ ആഗ്രഹിക്കുന്നുവോ അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നു. അദ്ദേഹത്തിന്റെ ഭക്തർ ഇപ്പോൾ നമ്മൾ ആ ബ്രഹ്മത്തെ എവിടെ ആഗ്രഹിച്ചാലും അവിടെ അദ്ദേഹം അവിടെ എത്തിച്ചേരും. അതായത് ഈ മൊബൈലിൽ നമ്മൾ ബ്രഹ്മത്തെ ചിന്തിച്ചാൽ ഈ മൊബൈൽ തന്നെ ബ്രഹ്മമായിട്ട് തീരും. അതാണ് നാരായണ ഗുരുസ്വാമി കല്ലും കണ്ണാടിയും എല്ലാം എടുത്തു കൊടുത്തത്. എന്തുകൊണ്ട്? എന്താഗ്രഹിക്കുന്നോ അതായിത്തീരും. കല്ലിനെ നമ്മൾ ബ്രഹ്മമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കല്ല് ഈശ്വരനായിട്ട് മാറും. കല്ലല്ലെങ്കിൽ ഈശ്വരൻ തന്നെയാണ്. നമ്മൾ അപ്പോഴാണ് അതിനെ ഈശ്വരനായിട്ട് കാണുന്നത്. നമ്മൾ ചിലവരോട് കല്ല് ഈശ്വരനാണെന്ന് പറഞ്ഞാൽ അവർ പറയാൻ ഇതിലൊന്നുമില്ല എന്ന് പറയും. പക്ഷെ വിശ്വാസമുള്ളവർക്ക് ആ കല്ല് ഈശ്വരനായിട്ട് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ കല്ല് ഈശ്വരനാണോ എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഈശ്വരനാണ്, ബ്രഹ്മമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന അനുസരിച്ച് അത് നമുക്ക് ഈശ്വരനായിട്ട് മാറും. അതുകൊണ്ടാണ് ചിലവർ അള്ളനെ ഈശ്വരനായിട്ട് കാണുന്നു, ചിലവർ യഹോവനെ ഈശ്വരനായി കാണുന്നു. കാരണം അവരങ്ങനെ സങ്കല്പിച്ചത് കൊണ്ടാണ്. അവർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഈശ്വരനായിട്ട് ഇപ്പോൾ ഒരു കണ്ണാടി എടുത്തിട്ട് ഈശ്വരനായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ കണ്ണാടി ഈശ്വരനാണ്. കാരണം എല്ലാം ബ്രഹ്മം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ബ്രഹ്മമാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ എവിടെ ആഗ്രഹിച്ചാലും അവിടെ അദ്ദേഹം എത്തിച്ചേരും. അദ്ദേഹം എല്ലാവരും ഏത് സ്ഥലത്തും നടത്തുന്ന കർമ്മങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം ചെയ്യുന്ന കർമ്മങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് തന്നെയാണ് നമ്മളായിട്ട് മാറുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം അതിനറിയില്ലേ. അതായത് ആരെന്തിവിടെ ചെയ്യുകയാണെങ്കിലും അത് അദ്ദേഹം അറിയുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കണ്ണും അദ്ദേഹത്തിൻ്റെ കണ്ണ് തന്നെയാണ്. ഒരു ഈച്ചയുടെ കണ്ണും അതിൻ്റെ ആ ബ്രഹ്മത്തിൻ്റെ കണ്ണാണ്. അപ്പം ഈച്ച എന്ത് കാണുന്നുണ്ടെങ്കിലും അത് അദ്ദേഹം കാണുന്നതിന് സമാനമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ എന്ത് സംഭവം നടക്കുന്നുണ്ടെങ്കിലും അത് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നു. ഭക്തർ അദ്ദേഹത്തെ എവിടെ നമസ്കരിക്കുന്നുവോ അവിടെ അദ്ദേഹത്തിൻ്റെ ചരണങ്ങളും ശിരസ്സുമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും നമസ്കരിച്ചാൽ മതി. ഭഗവാനെ എന്ന് വിചാരിച്ച് എവിടെ നമസ്കരിച്ചാലും അവിടെ അദ്ദേഹത്തിൻ്റെ ചരണമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ തറയിൽ ഭഗവാനെ എന്ന് വെച്ചിട്ട് നമസ്കരിച്ചാൽ അവിടെ അദ്ദേഹത്തിൻ്റെ ചരണമുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അദ്ദേഹത്തിൻ്റെ കാലും കയ്യും എല്ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ നമസ്കരിക്കാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിമേൻ്റെ അടുത്ത് പോയിട്ട് ആ പ്രതിമേൻ്റെ കാലിന് വീഴേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അവിടെ പോയി വീഴാം. അല്ല, എല്ലായിടത്തും ഉണ്ടെന്ന് ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ നമസ്കരിക്കുമ്പോഴും നമ്മളെ മനസ്സിൽ എന്ത് വേണം? അദ്ദേഹത്തിൻ്റെ കാലാടി ഉണ്ടെന്ന്, അല്ലെങ്കിൽ ശിരസാടി ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ മതി. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ അദ്ദേഹത്തിൻ്റെ അവയവങ്ങളാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ അത് കാലായിട്ട് സങ്കല്പിക്കാം. നമസ്കരിക്കുന്ന സ്ഥലത്ത് കാലുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. എവിടെ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നുവോ അവിടെ അദ്ദേഹത്തിൻ്റെ കാതുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഇവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിൻ്റെ ചെവിയുണ്ട് എന്നാണ് പറയുന്നത്. ഈ ചെവി അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. ഞാനും കേൾക്കുമല്ലോ. ഞാനിവിടുന്ന് ഭഗവാനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചെവി തന്നെയാണ് ഈ ചെവി. അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാം അദ്ദേഹത്തിൻ്റെ ചെവിയാണ്. ഈ മൊബൈൽ അദ്ദേഹത്തിൻ്റെ ചെവിയാണ്, അത് കേൾക്കുന്നുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭാഗങ്ങളും അതിൻ്റെ അവയവങ്ങളാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, അദ്ദേഹം കേട്ടോളൂ. കാതുകളും അദ്ദേഹത്തിന് അർപ്പണം ചെയ്യുന്നിടത്ത് ഭുജിക്കുവാൻ അദ്ദേഹത്തിൻ്റെ മുഖവുമുണ്ട്. നമ്മൾ എന്തൊക്കെ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ഇവിടെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ വീടിയിട്ടാലും മതി. കാരണം അദ്ദേഹത്തിൻ്റെ ഭുജ അവിടെയുണ്ട്, മുഖം അവിടെയുണ്ട്. നമ്മൾ തന്നെ തിന്നാൽ മതി. ആ വായു ആ ബ്രഹ്മം തന്നെയാണ്. അപ്പം നമ്മൾ ആർക്കെന്ത് കൊടുക്കുകയാണ്, ഇപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ
അദ്ദേഹത്തിൻ്റെ മുഖം അവിടെയുണ്ട്. പിന്നെ തിന്നുപോയില്ലെന്ന് ചോദിച്ചാൽ കുറച്ച് ഉറുപ്പ് വന്ന് നിന്നോളൂ. തിന്നാൻ പറ്റുന്ന സമയമാകുമ്പോൾ ചിലപ്പോൾ കാക്ക വന്ന് നിന്നോളൂ. അത് ആരുടെ മുഖമാണ്? ഇവിടെ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഉറുപ്പ് വരുമല്ലോ. ആ ഉറുമ്പിൻ്റെ വായ അദ്ദേഹത്തിൻ്റെ വായയാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ അർപ്പണം ചെയ്യുന്നിടത്ത് ഭുജിക്കാൻ അദ്ദേഹത്തിൻ്റെ മുഖവുമുണ്ട്. അദ്ദേഹം ഈ ബ്രഹ്മാണ്ടത്തെ എല്ലാ ഭാഗത്തു നിന്നും വളയം ചെയ്തിരിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹം വ്യാപിച്ചു കിടക്കുകയാണ്. അതിൽ പ്രപഞ്ചമാകെ എന്തേ ഉള്ളൂ? കുറച്ചേ ഉള്ളൂ. ബാക്കിയെല്ലാം അദ്ദേഹം ശൂന്യമായ നിലയിൽ കിടക്കുകയാണ്. അതിൽ ഒരു ചെറിയ സ്ഥലത്തു നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം ബ്രഹ്മവുമായിട്ട് വളയം ചെയ്ത് കിടക്കുകയാണ്. ഇത് മനസ്സിലാക്കി മനുഷ്യർ അദ്ദേഹത്തിന് സേവനം ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അദ്ദേഹത്തിനായിക്കൊണ്ട് ചെയ്യണം, അല്ലാതെ നമുക്ക് എന്ന നിലയിൽ ചിന്തിക്കരുത്. നമ്മളെല്ലാം ഈ വായു അദ്ദേഹത്തിൻ്റെ വായയാണ്, മൂക്കും അദ്ദേഹത്തിൻ്റെ മൂക്കാണ്, എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. ആ നിലക്ക് നമുക്ക് സേവനം നടത്തുന്നു ആർക്ക് വേണ്ടിയായിരിക്കണം? അദ്ദേഹത്തിന് വേണ്ടിയായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവും അദ്ദേഹത്തിൻ്റെതാണ്. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതും അദ്ദേഹം നമുക്ക് തന്നെയാണ് നമ്മിലൂടെ കർമ്മം ചെയ്യിക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ആർക്ക് വേണ്ടി ചെയ്യണം? അദ്ദേഹത്തിന് വേണ്ടി തന്നെ ചെയ്യണം. ഇനി 17 പരമേശ്വരനാകട്ടെ ഇന്ദ്രിയരഹിതനാണ്. അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങളൊന്നുമില്ല. ഇന്ദ്രിയങ്ങളില്ലാതെയും അദ്ദേഹം എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളും അറിയുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇന്ദ്രിയങ്ങളൊന്നുമില്ല, കണ്ണും മൂക്കൊന്നുമില്ല. കാരണം അത് നിർഗുണമായ ബ്രഹ്മമാണ്. പക്ഷേ ആ ഇന്ദ്രിയങ്ങളില്ലാതെ തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചെവിട്ട് കേട്ടാൽ മതി, ഈ ചെവി അദ്ദേഹത്തിൻ്റെ ആണ്. അങ്ങനെ ചെവിയോ അദ്ദേഹത്തിന് ആവശ്യമില്ല. അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. അദ്ദേഹം എല്ലാറ്റിൻ്റെയും സ്വാമിയാണ്. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും സ്വാമിയും പരമസമർത്ഥനാണ്, ഭയങ്കര സാമർത്ഥ്യമുള്ളവനാണ്. എല്ലാറ്റിനെയും ഭരിക്കുന്നത് അത് തന്നെയാണ്. എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതും അത് തന്നെയാണ്. പിന്നെ ഞാൻ പറയുന്ന അദ്ദേഹം അറിയില്ല എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നു പറഞ്ഞാൽ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതും ആ ശക്തി തന്നെയാണ്. പിന്നെ അദ്ദേഹം അറിയാതെ പ്രാർത്ഥിക്കുക ഞാൻ. അപ്പൊ അദ്ദേഹം എല്ലാറ്റിൻ്റെയും സ്വാമിയും പരമസമർത്ഥനും എല്ലാറ്റിനെയും ഭരിക്കുന്നവനും ജീവികളുടെയും ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രവുമാണ്. നമ്മളെല്ലാം അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആ ബ്രഹ്മമാണ് നമ്മളെ സൃഷ്ടിച്ചത്, നമ്മിലൂടെ കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നാം ബ്രഹ്മം തന്നെയാണ്. അതിനാൽ മനുഷ്യർ എല്ലാ ഭാവനകളോടും കൂടി അദ്ദേഹത്തെ ശരണം പ്രാപിക്കണം. അപ്പം നമുക്ക് ആശ്രയമായിട്ടുള്ള അദ്ദേഹമാണ് ആശ്രയം. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ശരണം പ്രാപിക്കണം. ഇങ്ങനെ മനുഷ്യ ശരീരം കൊണ്ട്, ഇതാണ് മനുഷ്യ ശരീരം കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപയോഗം. അപ്പം ഈ മനുഷ്യ ശരീരം ലഭിച്ചത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനായിട്ട് സേവനം ചെയ്യുവാനായിക്കൊണ്ടാണ്. ഇനി 18 സ്ഥാവര ജംഗമങ്ങളായ എല്ലാ ജീവസമൂഹങ്ങളുടെയും രൂപമായ ഭഗവാൻ. അപ്പൊ ഇവിടെ കാണുന്ന ഈ പ്രപഞ്ചമെല്ലാം, ഈ ജീവസമൂഹങ്ങളെല്ലാം അതിൻ്റെ രൂപമാണ്. അത് തന്നെയാണ് ഈ രൂപത്തിൽ വന്നിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ തൻ്റെ അധീനതയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അത് എന്നിട്ട് അത് തന്നെയാണ് എല്ലാമായി മാറിയിരിക്കുന്നത്. അപ്പം എല്ലാം അതിൻ്റെ അധീനതയിലാണ് ഉള്ളത്. പ്രകാശരൂപമായ പരമേശ്വരന് രണ്ട് കണ്ണുണ്ട്, രണ്ട് ചെവിയുണ്ട്, രണ്ട് നാസാദ്വാരങ്ങളുണ്ട്, ഒരു മുഖമുണ്ട്, ഒരു ബുധമുണ്ട്, ഒരു ലിംഗമുണ്ട്. അത് ആരിലാണുള്ളത്? ഓരോ ജീവജാലങ്ങളിലാണ് ഉള്ളത്. നമ്മുടെ മനുഷ്യരിൽ രണ്ട് കണ്ണുണ്ട്, രണ്ട് മൂക്ക്, ദ്വാരം, വായ, രണ്ട് ചെവി, ഒരു ബുധം, ഒരു ലിംഗം, ഇതെല്ലാം ഉണ്ട്. ഇപ്രകാരമുള്ള 9 വാതിലുകളോടുകൂടിയ മനുഷ്യ ശരീരമാകുന്ന നഗരത്തിൽ
അതായത് ഇതൊരു നഗരമായിട്ട് നമ്മളെ ശരീരത്തെ ചിത്രീകരിക്കുകയാണ്. ഈ നഗരത്തിൻ്റെ പുറവുമായിട്ട് ബന്ധപ്പെടാനുള്ള വഴികളാണ്, ദ്വാരങ്ങളാണ് ഈ ദ്വാരങ്ങൾ. കേൾക്കുന്ന പുറത്തു നിന്നുള്ള ശബ്ദം, പുറത്തു നിന്നുള്ള കാണുന്ന, പുറത്തു നിന്നുള്ള ശ്വസിക്കുന്ന, പുറത്തു നിന്നുള്ള തിന്നി രുചിക്കുകയെല്ലാം ചെയ്യുന്നു. പിന്നെ പുറത്തേക്ക് കളയാനുള്ള ഭാഗമല്ല, ഗുദവും ലിംഗവും ബാഹ്യമായിട്ട് ബന്ധപ്പെടാനുള്ള ഇത് നഗരം. ഇതൊരു നഗരമായി സങ്കല്പിച്ചാൽ ഇതിലേക്കുള്ള പുറത്തേക്ക് കണക്ട് ചെയ്യുന്ന വാതിലുകളാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ. അദ്ദേഹം ഇതിൻ്റെ അകത്ത് അന്തരാമിയായിട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ നഗരത്തിൽ ഇതൊരു നഗരമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പ്രപഞ്ചത്തെ ഒരു പുരുഷനായിട്ട് വിരാട രൂപമായി സങ്കല്പിച്ചതുപോലെ നമ്മുടെ ശരീരവും ഒരു നഗരമായി സങ്കല്പിച്ചാൽ അതിൻ്റെ വാതിലുകളാണ് ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ. ആ വാതിലിൻ്റെ അകത്ത് എന്നിട്ട് അതിൻ്റെ അകത്ത് ഹൃദയത്തിൽ അദ്ദേഹം അന്തരാമിയായിട്ടിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം തന്നെയാണ് പുറത്ത് നടക്കുന്ന ബാഹ്യലീലകൾക്കെല്ലാം ആടുന്നത്. അദ്ദേഹം തന്നെയാണ് ബാഹ്യലീലകളാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം അദ്ദേഹം തന്നെയാണ് ആടുന്നത്. അതിൽ നമ്മളെ കൊണ്ടും പണിയേൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാക്കുകയാണ്. ഇത് മനസ്സിലാക്കി എവിടം വരെ മനസ്സിനെ സ്ഥിരമായി നിർത്തുവാന്നുവോ അവിടം വരെ അദ്ദേഹത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഈ സത്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിലുള്ളതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം പ്രപഞ്ചത്തിലെ എല്ലാ ലീലകളും അദ്ദേഹമാണ് ആടുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ബാഹ്യവുമായിട്ട് ഈ ദ്വാരങ്ങളിലൂടെയല്ല, അത് ബാഹ്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാം നമ്മളെയും പങ്കെടുപ്പിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് വരണം? നമ്മുടെ മനസ്സിനെ എതുവരെ പോകാൻ പറ്റുമോ അതുവരെ ധ്യാനത്തിലൂടെ ശ്രമിക്കണം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മളെ ഹൃദയത്തിലുള്ള ഈശ്വരനെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് എത്താൻ പറ്റുന്നിടത്തോളം എത്തണം. അതിൻ്റെ അപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല, കാരണം അതിൻ്റെ രൂപവും ഭാവമൊന്നുമില്ല. ഇനി 19. ആ പരബ്രഹ്മ പരമേശ്വരന് കൈകളൊന്നുമില്ല, ഹസ്തങ്ങളൊന്നുമില്ല. എന്നാൽ എല്ലാ സ്ഥാനങ്ങളെയും വസ്തുക്കളെയും പിടിച്ചെടുക്കുവാനും അതിന് കഴിയും. അതിന് കൈയൊന്നുമില്ല, പക്ഷെ എല്ലാവരെയും അതിൻ്റെ നിയന്ത്രണത്തിലാണ് അതുള്ളത്. ആരെ വേണ്ടിക്കലും എവിടത്തേക്ക് നീക്കാനോ അത് വിചാരിച്ചാൽ കഴിയും. അതിൻ്റെ കൈ കൊണ്ട് പിടിച്ച് അതിലേക്ക് അടുപ്പിക്കും. അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കാനോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും മാറ്റിക്കാനോ എല്ലാം അദ്ദേഹത്തിന് കഴിയും. അതായത് എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ആ നിലയിൽ കൈയായിട്ട് കാണണം. കൈപ്പിടിയിൽ ഒതുങ്ങുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൺട്രോളിലാണ്. പാദമില്ലെങ്കിലും അതിവേഗം ഇച്ഛാനുസരണം എവിടെയും കടന്നു ചെല്ലുന്നു. അതിന് കാലൊന്നുമില്ലെങ്കിലും അത് എവിടെയും എത്തിച്ചേരും. അതായത് അതിന് ലിമിറ്റൊന്നുമില്ല. കണ്ണില്ലെങ്കിലും എല്ലായിടവും നടക്കുന്നതെല്ലാം അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന് കണ്ണൊന്നുമില്ല, എന്നാൽ അത് എല്ലായിടവും നടക്കുന്ന സംഭവങ്ങൾ അത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ചെവിയില്ലെങ്കിലും എല്ലായിടവുമുള്ള എല്ലാം അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചെവിയൊന്നും ആവശ്യമില്ല, പക്ഷെ എവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ശബ്ദമെല്ലാം അദ്ദേഹം കേൾക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ ജീവചേതനാ വസ്തുക്കളെയും നന്നായിട്ട് അറിയുന്നു. അദ്ദേഹത്തിന് ഈ ലോകത്തിലുള്ള എല്ലാ സംഗതികളെ പറ്റി നല്ല ബോധ്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അറിയുന്ന ആരാണുള്ളത്? അദ്ദേഹത്തിന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും അറിയാം. പക്ഷെ അദ്ദേഹത്തെ അറിയാൻ ആർക്കാണ് പറ്റുക? ആർക്കും പറ്റൂല, കാരണം അതിന് രൂപവും ഭാവമൊന്നുമില്ല. എല്ലാറ്റിനെയും അറിയുന്നവനെ ആർക്കാണ് അറിയുവാൻ സാധിക്കുക? എല്ലാറ്റിനെയും അറിയുന്ന ഒരാളെ അറിയാൻ, പൂർണ്ണമായി അറിയാൻ ആർക്കും സാധിക്കില്ല. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ജ്ഞാനികൾ ആയവർ ഇങ്ങനെ പറയുന്നു. അപ്പൊ ജ്ഞാനമുള്ളവര് ചിലർ ഇങ്ങനെയാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്: അദ്ദേഹം തന്നെ എല്ലാറ്റിൻ്റെയും കാരണം, പുരാതനവും മഹാപുരുഷനുമാണ്. എല്ലാവർക്കും അദ്ദേഹത്തെ പറ്റി, ബ്രഹ്മത്തെ പറ്റി, അല്ലെങ്കിൽ ആ പരമബ്രഹ്മ പുരുഷോത്തമന് പരമേശ്വരനെ പറ്റി ഇത്രയേ പറയാൻ പറ്റുള്ളൂ.
അദ്ദേഹം തന്നെയാണ് എല്ലാത്തിൻ്റെയും കാരണം. അദ്ദേഹം പുരാതനമാണ്, മഹാപുരുഷനുമാണ്. ഇനി 20 പറയുന്നു, അദ്ദേഹം സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ്, ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്നത്. നമുക്കിന്ന് ആറ്റം എനർജി എന്ന് പറഞ്ഞ് അത്രയും പോകാൻ പറ്റും. അതിലും സൂക്ഷ്മമായിരിക്കുന്നതാണ് അദ്ദേഹം. സ്ഥൂലത്തെക്കാൾ അതിസ്ഥൂലവുമാണ്. വലുപ്പത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലുതെന്തുണ്ടോ അത് അദ്ദേഹം തന്നെയാണ്. ആ പരബ്രഹ്മ പുരുഷോത്തമൻ ഈ ജീവികളുടെ ഹൃദയമാകുന്ന ഗുഹയിലും ഇരിക്കുന്നുണ്ട്. ഇവിടെയും അതിരിക്കുന്നുണ്ട്, ഹൃദയമാകുന്ന ഗുഹയിൽ. ഇത്രയും വലുതിൽ വലുതും ചെറുതിൽ ചെറുതുമായ അദ്ദേഹം. ആ പരമേശ്വരന്റെ കൃപയാൽ മനുഷ്യർക്ക് അദ്ദേഹത്തിന് കൃപ തോന്നുമ്പോൾ, പ്രമോദോട് കൃപ തോന്നി എന്നെങ്കിൽ നമ്മൾ ഈ മായാവലയത്തിൽ നിന്നെല്ലാം വേർപെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകും. ബ്രഹ്മസാക്ഷാത്കാരം. മനുഷ്യർക്ക് സ്വാർത്ഥ സങ്കല്പരഹിതനായ അദ്ദേഹത്തിന് സ്വാർത്ഥ സങ്കല്പങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് കൃപ തോന്നുക എന്ന് പറഞ്ഞാൽ നമ്മളെ ജോലി തീരുമ്പോൾ നമ്മളെ അങ്ങോട്ടേക്ക് എടുക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ആരെ ജോലി തീരുന്നോ അവരെ അങ്ങോട്ടേക്ക് എടുക്കും. കൃപ കാരണം പരമസുഹൃത്തുമായ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹത്തെ സുഹൃത്തായിട്ട് കാണാം, പക്ഷെ അദ്ദേഹം അങ്ങനെ സുഹൃത്തായിട്ട് നടക്കാനൊന്നും ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ കാര്യത്തിൽ 100% ശ്രദ്ധയുണ്ട് താൻ എല്ലാവരുടെ കാര്യത്തിൽ. അദ്ദേഹത്തിൻ്റെ മഹിമയെ പ്രാപിക്കുവാനാകുന്നു. അദ്ദേഹത്തിന് കൃപയുണ്ടായാൽ അദ്ദേഹത്തിൻ്റെ മഹിമ നമുക്ക് നേടാൻ പറ്റും. അദ്ദേഹത്തിന് ആരോടൊരു താല്പര്യമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കൃപ ലഭിച്ചവർക്കാണ് അദ്ദേഹത്തിൻ്റെ സമീപിക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തെ പ്രാപിക്കുന്ന നിമിഷം മുതൽ ദുഃഖങ്ങളെല്ലാം അകന്ന് അവ പരമേശ്വരനെ പ്രാപിക്കുന്നു. അത് ആർക്കാണ് സാധിക്കുന്നത്? കർമ്മങ്ങളെല്ലാം തീർന്നവർക്ക്. ഇനി ജീവിതത്തിൽ ഒരു കർമ്മമില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ആ ബ്രഹ്മത്തിൽ എത്തിച്ചേരും. ആ കർമ്മം തീരുമാനിക്കുന്ന ആരാണ്? അദ്ദേഹമാണ്. ഇവനിന് ജോലി കൊടുക്കണോ വേണ്ടേ, ഇനിയുള്ള ജന്മത്തിൽ ഇവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണോ വേണ്ടേ എന്ന് അവൻ തീരുമാനിക്കുന്നു. ഇനി ഇവന് ഈ ജന്മത്തിലും ജോലിയില്ല, അടുത്തയിലും ജോലിയില്ല എന്ന് പറയുമ്പോൾ നമ്മളോട് കൃപ തോന്നും, പോരി ഇങ്ങോട്ട് പോരി എന്ന് പറയും. അപ്പം നമ്മൾ മായയിൽ നിന്ന് മുക്തമാകും. അപ്പം ഈ ദുഃഖങ്ങളെല്ലാം തീരും. നമ്മൾ എന്നിട്ട് അദ്ദേഹത്തെ പ്രാപിക്കും. ഇനി 21 വേദ രഹസ്യങ്ങളെ വർണ്ണിക്കുന്ന മഹാപുരുഷന്മാർ, അതായത് ഋഷികളായവർ ഈ സത്യം മനസ്സിലാക്കി. അവനെ ജന്മരഹിതനായി, അവനെന്തില്ല? ജനന മരണമൊന്നുമില്ല. ആ ബ്രഹ്മം ജനിച്ചിട്ടൊന്നുമില്ല, ഈശ്വരൻ ജനിച്ചിട്ടൊന്നുമില്ല. നമ്മൾ അവിടെ ജനിച്ച് ഇവിടെ ജനിച്ചെന്നെല്ലാം പറഞ്ഞ് കിടക്കുമായിരിക്കും. നിത്യനാണ്, അവനാണ് എന്നെന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് സനാതനം എന്ന് പറയുന്നത്. സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മത്തെ പറ്റി മനസ്സിലാക്കുക, അതാണ് സനാതന ധർമ്മം. ആദ്യം പ്രപഞ്ചത്തിൽ ഈ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് എല്ലാ കാലത്തും ഉണ്ട്. അതാണ് നമ്മളെല്ലാവരുമായിട്ട് മാറുന്നത് എന്ന തത്വം ആദ്യമായി പറഞ്ഞത് വേദങ്ങളിലെ ഈ രഹസ്യം പറഞ്ഞത് ഋഷികളാണ്, വേദത്തിലൂടെ. അതുകൊണ്ടാണ് അതിനെ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ആ സത്യം, ഈ ഈശ്വരനെ പറ്റിയുള്ളൊരു സത്യമുണ്ടല്ലോ, അതാ ഏകനാണ്, അതിനൊരു വിചാരങ്ങളുമില്ല, അത് ജനിച്ചിട്ടില്ല, ജനിക്കുന്നുമില്ല. പക്ഷെ അതൊരു മായയാൽ ഒരു ലോകം ഉണ്ടാക്കുന്നു, അങ്ങോട്ടേക്ക് പിന്നെ ഇടിച്ചു പൊളിച്ച് അതിൽ ചേർക്കുന്നു ഈ സത്യം. അപ്പം എന്നെന്നും നിലനിൽക്കുന്നത് അപ്പോൾ ഈ ലോകമല്ല, ആ ബ്രഹ്മം മാത്രമാണ്. ഇത്രയേ സനാതനത്തിൻ്റെ അർത്ഥമുള്ളൂ. അതാണ് സനാതനം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്നത്. എന്നെന്നും നിലനിൽക്കുന്നത് എന്താണ്? ആ ബ്രഹ്മമാണ്. അത്രയേ അതിന് അർത്ഥമുള്ളൂ, അല്ലാതെ അതിന് വേറൊരു അർത്ഥമില്ല. അതൊരു സയൻസ് തത്വമാണ്. എങ്ങും വിരാജിക്കുന്ന, അത് എല്ലാവരും ഉണ്ട് താനും. അതാണ് എല്ലാമായി മാറിയെങ്കിൽ എല്ലായിടത്തും ഒന്നുണ്ട്, അതുണ്ട്. ഇതാണ് ആ സനാതന തത്വം. അദ്ദേഹമില്ലാതെ ശൂന്യസ്ഥലം പോലും ഇല്ല എന്ന് പറയാം. ശൂന്യസ്ഥലമാണെങ്കിലും അവിടെ എന്തുണ്ട്? അദ്ദേഹം ഉണ്ട്. അവന് ജരാനര മുതലായ വികാരങ്ങളൊന്നും അതിനില്ല. സർവത്തിൻ്റെയും ആദി പുരാണ പുരുഷനാണ്. ഈ കാണുന്നതിൻ്റെ എല്ലാം ആദി പുരാണ പുരുഷനും
സകലത്തിൻ്റെയും ആത്മാവ്, നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നതും സകലത്തിൻ്റെ അന്തരാമിയായി ഇരിക്കുന്നവനുമാണ് ആണെന്ന് ആര് പറയുന്നു? വേദങ്ങളെ മനസ്സിലാക്കിയ, വേദങ്ങൾ എഴുതിയ, അല്ലെ വേദങ്ങൾ മനസ്സിലാക്കിയ ആ പരമാത്മാവിനെ പ്രാപിച്ച മഹാത്മാ പറയുന്നു. ആ സത്യം മനസ്സിലാക്കിയവരാണ് വേദത്തിലൂടെ ഈ സത്യം എഴുതി നമുക്ക് തന്നിരിക്കുന്നത്.